ഈ കൊച്ചനുജന്റെ ജീവൻ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ നൽകിയില്ലെങ്കിൽ ഈ കൊച്ചനുജൻ മരണപ്പെട്ടു പോകും. മരണത്തെ മുഖാമുഖം കാണുന്ന ഈ കൊച്ചനുജനെ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കും. എന്റെ മോനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കരുത് ആരും. എന്റെ മോനെ ആരും കൈവിടല്ല. എന്റെ മോനെ എനിക്ക് വേണം. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മോനാന്ന്. എന്റെ മോനെ ആരും കൈവിടല്ലേ. എന്റെ മോനിക്ക് ഒരു ബാത്റൂമിൽ പോകാൻ പോലും വയ്യ. ഖുർആൻ മനപ്പാടാക്കി കുറെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. ഇത് ഇങ്ങനെ എല്ലാവരും സഹായിക്കണം. സമയങ്ങളൊക്കെ ബ്ലഡ് ഛർദ്ദിച്ച് വളരെ ഗുരുതര സാഹചര്യത്തിലാണ് ഈ പിതാവ് വളരെ വിങ്ങലോടുകൂടി നമ്മളോട് പറയുന്നത്, എന്റെ മോന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഖുർആൻ മനപ്പാടമാക്കി ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. എന്റെ മോന്റെ സങ്കടം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്റെ മോനിക്ക് വേണ്ടി നിലവില് ലക്ഷക്കണക്കിന് രൂപ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഈ ഒരു 60 ലക്ഷം ഞാനോ എന്റെ ബന്ധപ്പെടുന്ന ആളുകളോ വിചാരിച്ചാൽ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് എന്റെ മോന്റെ സങ്കടം ലോകമെമ്പാടുമുള്ള നന്മ നിറഞ്ഞ കൂടപ്പുറപ്പുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ വേദനയോട് നമ്മളോട് ഈ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു പിതാവിന്റെ സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകല്ലേ പ്രിയപ്പെട്ടവരെ. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കർണാടക കൊടക് ജില്ലയിലെ കുശാൽ നഗർ സൊണ്ടിക്കൊപ്പ കമ്പിവേണ എന്ന പ്രദേശത്ത് താമസിക്കുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള ആബിദ് എന്ന് പറയുന്ന കൊച്ചനുജൻ ഒരുപാട് ജീവിത സ്വപ്നത്തോടെ ഖുർആൻ മനപ്പാടമാക്കണം, ദീനിൽ ഉന്നത പഠനം നേടി ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഹിഫ്ള് ഖുർആൻ മംഗലാപുരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലെൻസിന് തകരാറ് സംഭവിച്ച് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഓക്സിജൻ മെഷീന്റെ സഹായത്തോടെ ശ്വാസം നിലനിർത്തി ജീവിക്കുന്നത്. വളരെ എമർജൻസിയായി ലെൻസ് മാറ്റിവെച്ചില്ലെങ്കിൽ ഈ കൊച്ചനുജൻ മരണപ്പെട്ടു പോകും. നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ. 60 ലക്ഷം